സംസ്ഥാനത്തെ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികളുടെ കണക്കെടുത്ത് സർക്കാർ. പള്ളിത്തർക്കം സംബന്ധിച്ച് സുപ്രീംകോടതിയിലുള്ള കേസിന്റെ ഭാഗമായാണ് നടപടി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകാൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സെക്രട്ടറിയുടെ ഉത്തരവ്. യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസികളുടെയും പള്ളികളുടെയും കൃത്യമായ വിവരശേഖരണമാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ യാക്കോബായ വിശ്വാസികൾ എത്ര പേർ, ഓർത്തഡോക്സ് സഭാവിശ്വാസികൾ എത്ര പേർ, ആകെ എത്ര പള്ളികൾ സംസ്ഥാനത്തുണ്ട്, ഈ പള്ളികൾ ആരുടെ നിയന്ത്രണത്തിലാണ്, ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും യാക്കോബായ സഭയുടെ നിയന്ത്രണത്തിലുള്ള പള്ളികളും ഏതൊക്കെയാണ്, ഈ പള്ളികളുടെ നടത്തിപ്പവകാശം സംബന്ധിച്ച തർക്കങ്ങൾ നിലവിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ നിലവിലെ അവസ്ഥ, ഓരോ ദൈവാലയങ്ങളിലുമുള്ള ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളുടെ അനുപാതം എത്ര തുടങ്ങിയ നിർണായക വിവരങ്ങളാണ് സർക്കാർ ശേഖരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലും സബ് ഡിവിഷൻ തലത്തിലുമാണ് വിവരശേഖരണം നടത്തുന്നത്. മലങ്കര സഭയ്ക്ക് കീഴിലുള്ള പള്ളികൾ 1934 ഭരണഘടന അനുസരിച്ചാണ് ഭരണം നടത്തേണ്ടതെന്ന് 2017 സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. സഭാ തർക്കത്തിൽ കോടതികളും സർക്കാരും പലതവണ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമുണ്ടായിട്ടില്ല. ഇതിനിടെയാണ് സംസ്ഥാന സർക്കാരിന്റെ നിർണായക നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.